വിഴിഞ്ഞം ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചതിനെ തുടർന്ന് 2 കൊല്ലം സ്വദേശികൾ മരിച്ചത് ഭക്ഷ്യവിഷബാധ മൂലമല്ല എന്ന രാസപരിശോധനാ റിപ്പോർട്ട്. മരണത്തിന് കാരണം മറൈൻ ടോക്സിൻ ആണ് നിഗമനം. ഹോട്ടലിലെ ഭക്ഷണവും വെള്ളവും പരിശോധിച്ചിൽ ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമായ ബാക്ടീരിയ കണ്ടെത്താനായില്ല. ഈ സാഹചര്യത്തിൽ ഹോട്ടൽ തുറക്കാൻ അനുമതി നൽകാമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അരുൺ സോളമനും AV ജയശങ്കറുമുണ്ട്. ആദ്യം അരുണിലേക്കാണ്. അരുൺ, ഇതൊരു ഭക്ഷ്യവിഷബാധയല്ല എന്ന പരിശോധനയിൽ തെളിഞ്ഞിരിക്കുകയാണോ? അപ്പോൾ പിന്നെ എന്താണ് കാരണമെന്നാണ് പറയുന്നത്? ുള്ള ഉദ്യോഗസ്ഥരൊക്കെ പങ്കുവച്ചിരുന്നു. കാരണം കടലിനുള്ളിലുള്ള ഈ പായലുകൾ ഭക്ഷിക്കുന്ന മത്സ്യങ്ങളിൽ ഇവരുടെ മീൻ മുട്ടകളിൽ ഇത് ഈ വിഷം ബാധിക്കും എന്നുള്ള ഒരു സൂചന നേരത്തെ തന്നെ ഡോക്ടർമാർ നൽകിയിരുന്നു. മറ്റ് പരിശോധനകളിലെല്ലാം ഇപ്പോൾ ഈ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് മറ്റ് വിഷബാധയൊന്നും ഇല്ല എന്നുള്ളൊരു കണ്ടെത്തലിലാണ് എത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞത്തെത്തുന്ന ഈ മീൻമുട്ട പ്രധാനമായിട്ടും കന്യാകുമാരി ഭാഗത്തു നിന്നാണ് എത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട് തന്നെ സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ തമിഴ്നാട് ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറുമായിട്ട് ആശയവിനിമയം നടത്തുകയും അതിന്റെ ഭാഗമായിട്ട് കന്യാകുമാരി മുട്ടം ഹാർബറിൽ പോയി പരിശോധന നടത്തി. അതിന്റെ പരിശോധന ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ പരിശോധന ഫലത്തിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ അപ്പോഴും മറൈൻ ടോക്സിൻ ആണെന്നുള്ളൊരു നിഗമനത്തിലാണ് നിലവിൽ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്നത്. നിലവിൽ വിഴിഞ്ഞത്ത് ഈ ഭക്ഷണം കഴിച്ച അസ്മാക് ഹോട്ടലുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള സാമ്പിളുകൾ, മറ്റ് അവിടുത്തെ ജലം, അതുപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങളൊന്നും തന്നെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളൊരു കണ്ടെത്തലിലാണ് എത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഹോട്ടൽ തുറന്ന് പ്രവർത്തിക്കാനുള്ള അനുമതിയും ഇതിനോടകം നൽകിയിട്ടുണ്ട്. അന്നേ ദിവസം തന്നെ നിലമേൽ നിന്ന് എത്തിയിട്ടുള്ള സ്വദേശികൾ കഴിച്ചതിന് പിന്നാലെ തന്നെ പാളയത്തെ മറ്റൊരു ഹോട്ടലിൽ നിന്ന് കഴിച്ചവർക്കും സമാനമായിട്ടുള്ള പ്രശ്നമുണ്ടായിരുന്നു. ഇവരെല്ലാവരും കഴിച്ചത് മീൻമുട്ടയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. അതുകൊണ്ട് തന്നെ മീൻമുട്ടയിൽ എപ്പോൾ ഈ ടോക്സിൻ അടങ്ങിയിട്ടുണ്ടാകാം എന്നൊരു നിഗമനത്തിലാണ് നിലവിൽ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഹോട്ടലിന് വീണ്ടും തുറക്കാനായിട്ടുള്ള അനുമതി നൽകിയിരിക്കുന്നത്. ഫെബ്രുവരി 16 നടന്ന സംഭവമാണ്. അന്ന് തന്നെ നിലമേൽ സ്വദേശികളുള്ള റഷിദ ബീബി, അതുപോലെ തന്നെ ഷാജി അടക്കമുള്ള 2 പേർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടിരുന്ന വലിയ ആരോപണങ്ങളാണ് ഹോട്ടലിനെതിരെ ഉയർന്നത്. എന്തായാലും അന്ന് ഈ ഹോട്ടലുമായി ബന്ധപ്പെട്ട് ആരോപണം ഉയരുകയായിരുന്നു. ഭക്ഷണം കഴിച്ച ഉടനെയായിരുന്നു മരണം സംഭവിച്ചത്. കടൽ ഭക്ഷണം കഴിച്ചതിന്റെ ഭാഗമായി തന്നെ ഉണ്ടായ പ്രശ്നമാണ് എന്ന പരാതിയാണ് ഉയരുന്നത്. അതിനുശേഷം വേറെ ചിലരും കൂടി സമാനമായ പരാതി ഈ ഹോട്ടലുമായി ബന്ധപ്പെട്ട് ഉയർത്തുകയും ചെയ്തിരുന്നു. അന്നത്തെ വാർത്തയും അന്നത്തെ വിശദാംശങ്ങളും എന്താണ്? അന്ന് ഓർക്കുന്നത് എന്താണ് ജയശങ്കർ? അതായത് സ്മൃതി, ഈ കുടുംബം തിരുവനന്തപുരത്ത് ചെല്ലുകയും തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് നിന്ന് ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് രാത്രി മടങ്ങി വരുന്ന വഴിക്കാണ് റഷീദ ബീബി ഒപ്പം തന്നെ ഷാജി, അങ്ങനെ 2 പേർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകുന്നത്. ആദ്യം നിലമേലിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് ഇവർ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് പോവുകയും ചെയ്തു. അതിൽ ഈ ഷാജിയുടെ ഭാര്യ മാതാവ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ വെച്ച് തന്നെ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഷാജി തിരുവനന്തപുരത്ത് വെച്ചാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ച ഒരു ഘട്ടത്തിലാണ് മരണപ്പെടുന്നത്. എന്തായാലും സംഭവത്തിന് പിന്നാലെ കുടുംബം ഇത് ഭക്ഷ്യവിഷബാധയാണെന്നും ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചതാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾക്ക് കാരണമെന്നുള്ള വലിയ ആരോപണം ഉന്നയിച്ചവർ പോലീസിലും ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ പരിശോധനാ ഫലങ്ങളൊക്കെ പുറത്തു വരികയും ഹോട്ടലിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയില്ല എന്ന റിപ്പോർട്ട് വരികയും ചെയ്യുന്ന ഘട്ടത്തിൽ കുടുംബത്തിന്റെ പ്രതികരണം അത് വളരെ നിർണായകമാണ്. നമ്മൾ അവരോട് പ്രതികരണം തേടിയിരുന്നെങ്കിലും ഈ ഘട്ടത്തിൽ സംസാരിക്കുന്നില്ല, കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് പഠിക്കട്ടെ എന്നൊരു മറുപടിയാണ് അവരിൽ നിന്നുണ്ടായത്. എന്തായാലും ആ കുടുംബത്തെ സംബന്ധിച്ചെന്ന് അവർക്ക് പ്രിയപ്പെട്ട 2 പേരെയാണ് നഷ്ടമായത്. അതായത് ഷാജി 42 വയസ്സ്, ഷാജിയുടെ ഭാര്യ മാതാവ് റഷീദ ബീബി 58 വയസ്സ്, അങ്ങനെ 2 പേരാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ഭക്ഷണം കഴിച്ച് തിരിച്ചു വരുന്നതിനിടയിൽ മരണപ്പെട്ടത്. എന്തായാലും മറൈൻ ടോക്സിൻ ആണ് ഇത്തരത്തിൽ മരണകാരണം എന്നാണ് ഇപ്പോഴെന്തായാലും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ കണ്ടെത്തൽ. ഇനി കുടുംബത്തിന്റെ പ്രതികരണം ഈ വിഷയത്തിൽ വരാനുണ്ട്. എന്തായാലും ആ കുടുംബത്തെ സംബന്ധിച്ച് ഈ 2 മരണങ്ങൾ അത് വലിയ വേദന ഉണ്ടാക്കിയ സംഭവമായിരുന്നു. ആ വിഷയത്തിലാണ് ഇപ്പോഴെന്തായാലും ഏറ്റവും ഒടുവിൽ ഇതുമായി ബന്ധപ്പെട്ട എത്ര കാലമായി അടച്ചിട്ടിരുന്ന ഹോട്ടൽ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ അനുമതി നൽകുന്നു എന്നുള്ള വിവരം കൂടിയാണ് AV ജയശങ്കറും അരുൺ സോളമനുമാണ് വിവരങ്ങൾ നൽകിയത്.